വയനാട്ടിൽ വീണ്ടും MDMA വേട്ട. വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ച 8.47 ഗ്രാം MDMAയുമായി തിരുവനന്തപുരം സ്വദേശിയെ പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം കഴക്കൂട്ടം പ്ലാവറത്തല വീട്ടിൽ അമൽ ശിവനെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സേനയും മാനന്തവാടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡും വെള്ളമുണ്ട പോലീസും ചേർന്ന് പിടികൂടിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമത്തിനും തുമ്പ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റത്തിനും തിരുവല്ലം, നെയ്യാർഡാം, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനുകളിൽ മറ്റു കുറ്റകൃത്യങ്ങൾക്കും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. കേസുകളിൽ ജാമ്യമെടുത്ത് വയനാട് പടിഞ്ഞാറത്തറയിൽ 7 മാസത്തോളമായി വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും MDMA വാങ്ങി പടിഞ്ഞാറത്തറയിൽ എത്തിച്ചായിരുന്നു വിൽപ്പന. വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് പുലർച്ചെ ആറുവാൾ പുഴയ്ക്കൽ പീടികയിൽ വെച്ചാണ് അമൽ ശിവൻ വലയിലാകുന്നത്. KL 22 R86 31 നമ്പർ യമഹ MT ബൈക്കിന്റെ സീറ്റിനടിയിൽ ടൂൾ കിറ്റ് വെക്കുന്ന ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ MDMA പോലീസ് കണ്ടെടുത്തു. സിഗരറ്റ് പാക്കറ്റിനുള്ളിലായി 2 പാക്കറ്റിന്റെ കവറുകളിലാണ് MDMA സൂക്ഷിച്ചിരുന്നത്. ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന പടിഞ്ഞാറത്തറയിലുള്ള വാടക വീട്ടിലും പോലീസ് പരിശോധന നടത്തി. MDMA വിവിധ ആളുകൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന 38 ട്രാൻസ്പെറന്റ് കവറുകൾ ഇവിടെ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസവും ജില്ലയിൽ കൊമേഴ്ഷ്യൽ അളവിൽ MDMA പിടികൂടിയിരുന്നു. വെള്ളമുണ്ട SHO TK മിനിമോൾ, SIമാരായ ഷമീർ, രാജേഷ്, ASI സജി, SCPOമാരായ ഷംസുദ്ദീൻ, അനസ്, CPOമാരായ റാഷിദ്, സുഹൈൽ എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു.